ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിൽ ഇന്നലെ നമ്മൾ നല്ലൊരു ഏരിയയിലേക്ക് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ല, 24,600 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. ഐ തിങ്ക് നമ്മൾ ഇന്നലെ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഐ തിങ്ക് നമ്മുടെ ഇന്നലത്തെ ലോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 598, അതായത് 600, കറക്റ്റ് 600 തന്നെയാണ്. കൃത്യമായും ആ നമ്പറിൽ പോയി മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,800 മേളിലാണ്. അതായത് ഞാൻ സ്ഥിരം പറയുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, 24,600 മേളിൽ 24,800 എന്നുള്ളത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വീഴുന്ന് ഈ കറക്റ്റ് 24,600 സപ്പോർട്ട് എടുത്ത് തിരിച്ച് വന്ന് രണ്ടാമത്തെ ലൈനായിട്ടുള്ള 24,800 മേളിൽ സോളിഡായിട്ട് ക്ലോസ് ചെയ്തു. സോ മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ബയ്യർ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, മാർക്കറ്റ് ഇത്രയും വീഴുന്നപ്പോൾ ഇതിലൊരു ഷോർട്ട് കവറിങ് റാലി ഉണ്ടാവേണ്ടതാണ്. ആ ഒരു ഷോർട്ട് കവറിങ് റാലിയായിട്ട് ഞാൻ തൽക്കാലം ഇതിനെ കൂട്ടുന്നുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ബൗൺസ് ചെയ്തു. ഈ ബൗൺസ് വീണ്ടും സെൽ ഓഫ് ആയേക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും സെൽ ഓഫ് ചെയ്ത് താഴേക്ക് പോയേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ തിരിച്ച് കയറി വന്നാൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ടാരിഫ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇന്നലെ ഞാൻ മോർണിംഗ് സൈഡിൽ ഒരു പി ഡയറക്ഷനാണ് ട്രേഡ് എടുത്തിരുന്ന. ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ക്യാൻഡിൽ വീക്കായിരുന്നു. സോ ദാറ്റ് മാർക്കറ്റ് 24,600 പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ രാവിലെ ഒരു ട്രേഡ് എടുത്തു. ഇറ്റ് വാസ് അറൗണ്ട് 24,660 എത്തിയപ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് കുറച്ചുകൂടെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് എൻ്റെ റിയൽ ട്രേഡ്. ഞാനിത് പറയുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒരു നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബർ ഇല്ലെങ്കിൽ ഒരു ട്രേഡർ എങ്ങനെ അയാളുടെ ലൈഫിനെ, ഒരു ഫുൾ ടൈം ട്രേഡർ എങ്ങനെ ലൈഫിൽ സെറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ അവരെ തന്നെ സ്വയം നോക്കാറുണ്ട്. അവർക്കൊരു ജോബ് ഉണ്ടാവും. അപ്പോൾ മാർക്കറ്റ് ഇത്രയും ബാഡായിരിക്കുമ്പോൾ എങ്ങനെ മാർക്കറ്റിൽ ഒരു ഫുൾ ടൈം ട്രേഡറിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൂടെയാണ് ഞാനിവിടെ പറയുക. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്തിനകത്ത് നമ്മൾ കുറേ സ്വിങ് അനാലിസിസ് ഇട്ടിരുന്നു. പക്ഷെ നല്ല ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടിയ ട്രേഡ്സ് വളരെ കുറവാണ്. ഒരു സ്റ്റോക്ക് 2 സ്റ്റോക്കൊക്കെയാണ്. ടാറ്റ കെമിക്കൽസൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റിങ്ങിലുള്ളത് കൊണ്ട് തന്നെ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലിറ്ററലി അവിടെ നമുക്ക് 1-2 സ്റ്റോക്സിൽ പാർഷ്യലായിട്ടുള്ള ഒരു ചെറിയൊരു ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് 2 ടൈപ്പായിട്ട് ഒരു ഫുൾ ടൈം ട്രേഡർ ചെയ്യുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിനെ ഹെഡ്ജ് ചെയ്യുന്നുണ്ടാവും, രണ്ടാമത് അതിന് കൗണ്ടർ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഒരു അഗ്രസീവ് ട്രേഡർ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു അഗ്രസീവ് ട്രേഡറാണ്, സ്കാൽപ്പറാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു കൗണ്ടർ ട്രേഡായിരിക്കും ചെയ്യുക. ഒരു നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡർ അവിടെ ഹെഡ്ജിങ് ആയിരിക്കും ചെയ്തിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്, അത് പറഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എൻ്റെ സ്റ്റോക്കിൻ്റെ P&L ഈ ലാസ്റ്റ് മന്തിൽ ലോസിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ ലിറ്ററലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അധികം സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുമില്ല. പാർഷ്യലി കുറച്ച് സ്റ്റോക്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പാർഷ്യൽ എന്ന് പറയുന്നത് ചെറിയൊരു എമൗണ്ട് ലോസ് ആയിട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വളരെ നല്ലൊരു മൊമെൻറ്റം കാണിച്ചു തന്നു. അപ്പോൾ അതിനകത്ത് ക്രൂഡ് ഓയിലിൻ്റെ പൊസിഷൻ എടുക്കാം. ക്രൂഡ് ഓയിലിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഇന്നലെ ക്രൂഡ് ഓയിലിൻ്റെ പൊസിഷൻ ബുക്ക് ചെയ്തപ്പോൾ സൈഡിൽ ക്രൂഡ് ഓയിൽ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ആ സ്വിങ് അക്കൗണ്ടിൻ്റെ ലോസിനെ കൗണ്ടർ ട്രേഡ് ചെയ്തു. സോ ലിറ്ററലി വീണ്ടും P&L പ്രോഫിറ്റിൽ കാണിക്കുന്നു. സോ ഒരു ഫുൾ ടൈം ട്രേഡർ മാർക്കറ്റിനകത്ത് ഈസി ആയിട്ടല്ല ഇരിക്കുന്നത്. ഒരു പുള്ളിക്കാരന് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവും. അതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും ഉണ്ടാവും. പ്ലാൻ സി വിൽ ബി ലിറ്ററലി സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, ഒരു ലോസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വീണ്ടും കൊണ്ട് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഔട്ട്ലൈൻസ് പറയുന്നതാണ്. ഓക്കെ,
ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഒരു ഒരു സാധാരണ ഒരു യൂട്യൂബിൽ വന്ന ഒരാൾ, വീഡിയോ കാണുന്ന ഒരാൾ, പുള്ളിക്കാരൻ്റെ P&L നോക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ്, എൻ്റെ സ്വിംഗ് പൊസിഷൻ ഓൾമോസ്റ്റ് ഒരു 3 to 4% പെർസെൻറ്റേജ് ഡൗൺ ആണ്, അല്ലെങ്കിൽ 5% ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഒരു ഫുൾ ടൈം ട്രേഡർ അതിനെ ബീറ്റൺ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനവിടെ പറയുന്നത്. അതൊരു ഇൻവെസ്റ്ററിന് ഇല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡറിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതില്ല. സോ ലോസിനൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ബൈ ഒന്നും ചെയ്ത് വയ്ക്കരുത്. ഇഫ് യു ആർ ആൻ നോൺ എക്സ്പേർട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നൊവൈസ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു പരിപാടിയല്ല ഓപ്ഷൻ ബൈയിങ് എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്നതെന്ന് പറയുന്നത് പോസ്റ്റർ ലൈറ്റായിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല. ഓക്കെ, കമ്മിങ് ടു ദ സിറ്റുവേഷൻ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നലെ ഇതുപോലൊരു ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല നോളജ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വ്യൂവേഴ്സ് വളരെ കുറവാണ്, എനിക്കറിയാം. ലിമിറ്റഡ് നമ്പർ ഓഫ്, ഞാൻ എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കിലേക്കോ ഒരു ഇൻസ്റ്റയിലേക്കോ ഒന്നിലും പ്രൊമോഷനായിട്ടോ മാർക്കറ്റിംഗ് ആയിട്ടോ എൻ്റെ വീഡിയോസ് ഇടാറില്ല. സോ ദാറ്റ് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള വളരെ കുറച്ച് പേര് മാത്രമേ ഈ വീഡിയോ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യുക എന്നുള്ളത് കൂടെ ഞാനിവിടെ പറയട്ടെ. ബിക്കോസ് ഇങ്ങനെ ഒരു നോളജ് നിങ്ങൾ ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിനകത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, പല നോളജും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ മറ്റാളുകളിലേക്ക് അത് പോയി റീച്ച് ചെയ്യാറില്ല. ഓക്കെ, കമ്മിങ് ടു ദ മാർക്കറ്റ് 24,800 മേളിൽ വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനി അടുത്ത ഈ ഒരു ഏരിയ ഉണ്ട്, 24,800 to 24,920 റേഞ്ചിലൊക്കെ ഒരു ഏരിയ ഉണ്ട്. അതായത് അത് പോവും, പക്ഷെ അത് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഏരിയയ്ക്ക് മേളിൽ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്ന ഏരിയാസ് ഉണ്ട്. സോ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരുമ്പോൾ ഒരു മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ കാണിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല 25,000 എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ കൂടെ അവിടെ ഉണ്ട്. സോ മാർക്കറ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത് 960 വരെയുള്ളൊരു ഏരിയ ഉണ്ട്. താഴേക്കാണെങ്കിൽ ഈ പറഞ്ഞ 600, 440 എന്നുള്ളൊരു ലെവൽസ് ഞാൻ നേരത്തെ വരച്ച് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലെവൽസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത് സ്ഥിരമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, ക്രൂഡ് ഓയിൽ. ഓക്കെ, ഇത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ഇന്നലെ വളരെ നല്ല കുറേ ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതിനെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് നോക്കിയാൽ ഒരുപാട് നല്ല ചാർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ ബ്രേക്ക് ഔട്ടിലും എൻട്രി ലെവൽസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ഗ്രൂപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലത്തെ അവസാനത്തെ ഒരു മണിക്കൂറൊക്കെ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മൊമെൻറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് സിയും പിയും എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. സോ ഇനി മാർക്കറ്റിനകത്ത് ഇതൊരു റെസിസ്റ്റൻസ് ആണ്, 6,000 എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതിന് മേളിൽ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ ഇനി കയറി പോകുന്നത് നോക്കിയിട്ട് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. റിലയൻസ് 1,440 മേളിലാണ് ഇനിയൊരു എൻട്രി പോസിബിലിറ്റി ഉള്ളത്. SBI 820 മേളിൽ. കൊടാക് ബാങ്ക് നോക്കണ്ട, നല്ല റിസൾട്ട് അല്ല. ICICI ബാങ്ക് കുഴപ്പമില്ല, നോക്കാന്നുള്ളതാണ് 1,500 മേളിൽ. ബാക്കി ലൈവ് മാർക്കറ്റിനകത്ത് നമുക്ക് സംസാരിക്കാം. ഒരുപാട് വലിയ വീഡിയോ ആയി പോയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് അനാലിസിസ്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.